ഹായ് എവ്രി വൺ. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൻ്റെ 7ാമത്തെ ചാപ്റ്ററാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമുക്കറിയാം, റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ആ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ അനലൈസ് ചെയ്യണം, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, അതിൽ നിന്ന് കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരണം. സോ ഒരു റിസർച്ചിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റയാണ്. നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റേനെ, ആ ലാർജ് വോളിയം ഓഫ് ഡാറ്റേനെ അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരുക. സോ അത് വലിയൊരു ടാസ്ക്കാണ്. സോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ റിസർച്ചിൻ്റെ ആ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, പഠിക്കാൻ പോണത്. സോ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഡാറ്റ അനാലിസിസ് എന്താ? ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതൊരു റിസർച്ചിലും ക്രൂഷ്യൽ പാർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഡാറ്റ അനാലിസിസ്. നമ്മൾ ഏതൊരു റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ദാറ്റ് ലാർജ് വോള്യൂം ഓഫ് ഡാറ്റ അതിനെ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു ഡാറ്റയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പർട്ടിക്കുലർ പാറ്റേൺ കണ്ടെത്താൻ, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിലെ വാരിയബിൾസിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നത് ഈ ഒരു ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. യെസ്, അപ്പോൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഏതൊരു റിസർച്ചിനെ സംബന്ധിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഡാറ്റ അനാലിസിസ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ദാറ്റ് ലാർജ് വോള്യൂം ഓഫ് ഡാറ്റ നമ്മൾ സമ്മറൈസ് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ട്രെൻഡ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇനി ഈ ഡാറ്റ അനാലിസിസിനെ 2 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 2ആയിട്ടാണ്. ദ ഫസ്റ്റ് വൺ qualitative data analysis, then the next one quantitative data analysis. 2 രീതിയിലാണ് ഡാറ്റ അനാലിസിസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസും ഉണ്ട്. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റേനെയാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺസ്ട്രക്ചേർഡ് ആണ് അല്ലെങ്കിൽ നോൺ ന്യൂമറിക്കൽ ആണ്. നമുക്ക് ന്യൂമറിക്കൽ ടേംസിൽ മെഷർ ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും ആട്രിബ്യൂട്ട്സിന് അല്ലെങ്കിൽ ക്വാളിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സോ അത്തരത്തിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോൺ ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ഡാറ്റേനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിൽ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു 2-3 മെത്തേഡുകളാണ് പറയാൻ പോണത്. അതിൽ ആദ്യത്തെ മെത്തേഡ്, the most common methods used in qualitative data analysis. qualitative data analysis commonly നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെത്തേഡുകളാണ്. അതിൽ ഫസ്റ്റ് വൺ കോൺസ്റ്റന്റ് കമ്പാരിസൺ അനാലിസിസ്. ആദ്യത്തെ മെത്തേഡാണ് കോൺസ്റ്റന്റ് കമ്പാരിസൺ അനാലിസിസ്. യെസ്, ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മളിപ്പോൾ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യാണ്. സോ ആ ഒരു ഡാറ്റ അനാലിസിസ് പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു അനലിറ്റിക്കൽ പ്രോസസ്സിൽ നിന്ന് ഇന്റർപ്രിട്ടേഷൻസും ഫൈൻഡിങ്സും ഒക്കെ കിട്ടുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ഫൈൻഡിങ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഡാറ്റ അനാലിസിസ് നടത്തുമ്പോൾ അതിൽ നിന്നുണ്ടായി വരുന്ന ഇന്റർപ്രിട്ടേഷൻസ്, ഫൈൻഡിങ്സ് അതിനെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫൈൻഡിങ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺസ്റ്റന്റ് കമ്പാരിസൺ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു എന്താണ് ഗുണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ വാലിഡിറ്റി ഓഫ് റിസർച്ച്. നമ്മുടെ റിസർച്ചിന്റെ വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വാലിഡിറ്റി എൻഹാൻസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു കോൺസ്റ്റന്റ് കമ്പാരിസണിലൂടെ എന്താണ് പോസിബിൾ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് മെത്തേഡാണ് കോൺസ്റ്റന്റ് കമ്പാരിസൺ അനാലിസിസ്. ഇനി സെക്കൻഡ് വൺ
രണ്ടാമത്തെ മെത്തേഡാണ് കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ്. യെസ്, നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു റിസർച്ച് റിപ്പോർട്ട് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഇതേപോലെ ഒരു റിസർച്ചിൻ്റെ ഒരു റിപ്പോർട്ട് ഒരു ജേർണലൊക്കെ പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അബ്സ്ട്രാക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീവേഡ്സ് എഴുതി കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കീവേഡ്സ് എന്ന് പറഞ്ഞ കുറച്ച് വേർഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ആ കീവേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് കീവേഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കാണിക്കുന്നത്. സോ കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ് എന്നുള്ള ഒരു അനാലിസിസിൽ റിസർച്ചർ എന്താ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോണ്ടൻസ് എത്രമാത്രം ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഹൗ ഫ്രീക്വൻ്റ്ലി ദേ യൂസ് സച്ച് എ വേർഡ്, ഒരു വേർഡ് എത്രത്തോളം ഫ്രീക്വൻ്റ്ലി അവർ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഗ്യാദർ ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റയിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ഏതാ, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് ഏതാ, അത് ഐഡന്റിഫൈ ചെയ്യുക. ആ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ആ കീവേഡ്സിന്റെ തൊട്ടു മുൻപും പിൻപും ആഫ്റ്റർ ആൻഡ് ബിഫോർ ദ കീവേഡ്സ് അപ്പിയർ ചെയ്യുന്ന വേർഡ്സിനെയും ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സോ അതാണ് കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ് എന്നുള്ളതിൽ പറയുന്നത്. ഒന്നുകൂടി പറയുകയാണ്, കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ്, റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ്, അതിനെയാണ് കീവേഡ്സ് എന്ന് പറയാം. സോ എത്രമാത്രം ഫ്രീക്വൻ്റ്ലി ഓരോ വേർഡും റെസ്പോണ്ടൻസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോമൺ ആയി യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാ, ആ വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ആ കീവേഡ്സിന്റെ തൊട്ട് മുൻപും പിൻപും യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. സോ അത്തരത്തിലൊരു അനാലിസിസ് നടത്തുക എന്നുണ്ടെങ്കിൽ അതാണ് കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. ദെൻ തേർഡ് വൺ, ക്ലാസിക്കൽ കണ്ടന്റ് അനാലിസിസ്. ക്ലാസിക്കൽ കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾ നേരത്തെ നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ ഒരു റെഗുലർ കമ്പാരിസൺ അനാലിസിസ് ആണ്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലാസിക്കൽ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് കീവേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കോഡ്സ് ഉണ്ട് നമ്മുടെ റിസർച്ചിൽ എന്നുണ്ടെങ്കിൽ അതിലെ മോസ്റ്റ് യൂസ്ഡ് കോഡ്സിനെ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാണ്, റെഗുലർ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. സോ അതാണ് ക്ലാസിക്കൽ കണ്ടന്റ് അനാലിസിസിൽ പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ ആദ്യത്തെ കാറ്റഗറി, അതായത് ഡാറ്റ അനാലിസിസിനെ രണ്ടായാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്. അതിലെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞത്. അവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റേനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോൺ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റ, അതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ആ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന 3 മെത്തേഡുകളാണ് നമ്മൾ പിന്നീട് പറഞ്ഞത്. അതിൽ ആദ്യത്തെ മെത്തേഡ് കോൺസ്റ്റന്റ് കമ്പാരിസൺ അനാലിസിസ്, അതായത് നമ്മളൊരു ഡാറ്റ അനലിറ്റിക്കൽ പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഫൈൻഡിങ്സിനും ഇൻ്റർപ്രിട്ടേഷൻസിനും എക്സിസ്റ്റിംഗ് ഫൈൻഡിങ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അത് റിസർച്ചിൻ്റെ വാലിഡിറ്റി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതാണ് കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. ദെൻ ക്ലാസിക്കൽ കണ്ടന്റ് അനാലിസിസിൽ പറയുന്നത് ഇതുപോലെ റെഗുലർ കമ്പാരിസൺ തന്നെയാണ് ക്ലാസിക്കൽ കണ്ടന്റ് അനാലിസിസിൽ നടത്തുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇവിടെ ഒരുപാട് കോഡ്സ് അല്ലെങ്കിൽ ഒരുപാട് കീവേഡ്സ് ഉണ്ടെങ്കിൽ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മോസ്റ്റ് യൂസ്ഡ് വൺ ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ സെക്കൻഡ് കാറ്റഗറി, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്. യെസ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രസന്റിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ന്യൂമറിക്കൽ ഡാറ്റ. അതായത് ന്യൂമറിക്കൽ ഡാറ്റ, സ്ട്രക്ചേർഡ് ഡാറ്റ, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനെ പ്രസന്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാം, അതിൻ്റെ വാല്യൂവിനെ മെഷർ ചെയ്യാം, ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. സോ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് മെത്തേഡ്സ് ആണ് ഇനി പറയാൻ പോണത്. 2 മെത്തേഡുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ദെൻ ദ നെക്സ്റ്റ് വൺ ഇൻഫറൻഷ്യൽ അനാലിസിസ്.
ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന്റെ ഭാഗമായിട്ട് രണ്ട് മെത്തേഡുകളാണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫറൻഷ്യൽ അനാലിസിസും ഉണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോണത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്? അതിന്റെ പേരിൽ പറയുന്ന പോലെ തന്നെ അവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. അതായത് നമ്മുടെ റിസർച്ചിന്റെ, നമ്മുടെ സ്റ്റഡിയുടെ അണ്ടറിൽ വരുന്ന ഒരു പർട്ടിക്കുലർ ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ സൈസിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പിനെ നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നു. ദെൻ രണ്ട് വാരിയബിൾസ് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വാരിയബിൾസിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതിന്റെ വാല്യൂസിനെ മെഷർ ചെയ്യുന്നു. ഇത്തരത്തില് ഒരു പർട്ടിക്കുലർ ഫിനോമിനനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ, വാരിയബിൾസിനെ നമ്മുടെ റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ പറയുന്നത്. ഇനി ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ യൂണി ഡയമെൻഷണൽ അനാലിസിസ്. അതിന്റെ പേര് കേട്ടറിയാം, യൂണി ഡയമെൻഷണൽ ആണ്. ദാറ്റ് മീൻസ് ഓൺലി വൺ വാരിയബിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റഡി ചെയ്യുന്നുള്ളൂ. നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഓൺലി വൺ വാരിയബിളെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ഒരൊറ്റ വാരിയബിളായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് യൂണി ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയാം. യൂണി ഡയമെൻഷണൽ അതായത് ഓൺലി വൺ വാരിയബിൾ. ദെൻ ദ നെക്സ്റ്റ് വൺ ബൈവാരിയേറ്റ് അനാലിസിസ്. ബൈവാരിയേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് വാരിയബിൾസ് ഉണ്ട്. ബൈവാരിയേറ്റ് ആണ്, രണ്ട് വാരിയബിൾ നമ്മുടെ റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി രണ്ട് വാരിയബിൾസിനെ പഠിക്കുന്നുണ്ടെങ്കിൽ അതാണ് ബൈവാരിയേറ്റ് അനാലിസിസിൽ പറയുന്നത്. ഈ ബൈവാരിയേറ്റ് അനാലിസിസിനെ സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ കോറിലേഷൻ, റിഗ്രഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് വാരിയബിൾസിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്സ് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്യുക. അതായത് ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ അതിന്റെ ഇടയിൽ, ആ രണ്ട് വാരിയബിൾസിന്റെ ഇടയിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഇപ്പോൾ പ്രൈസും ഡിമാൻഡും ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ അവരുടെ ഇടയിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഇത്തരത്തില് ബൈവാരിയേറ്റ് അനാലിസിസിനെ കാണിക്കാനാണ് കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ റിഗ്രഷൻ അനാലിസിസും. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, കോറിലേഷനിൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ എത്രമാത്രം ഉണ്ട് എന്ന് കണ്ടു, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്തു. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാരിയബിൾ മറ്റൊന്നിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഒരു ഡിപ്പെൻഡന്റ് വാരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിളും അതിന്റെ ഇടയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഏതിലൂടെ പഠിക്കുന്നത്, റിഗ്രഷൻ അനാലിസിസിലൂടെ പഠിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആയിരുന്നു മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ യൂണി ഡയമെൻഷനിൽ ഓൺലി വൺ വാരിയബിൾ ആണ്, ബൈവാരിയേറ്റ് അനാലിസിസിൽ രണ്ട് വാരിയബിൾ ആണ്. മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലധികം വാരിയബിൾ ഉണ്ടെങ്കിൽ അത്തരം സ്റ്റഡീസിനെയാണ് നമ്മൾ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറയാം. നമ്മുടെ റിസർച്ചുമായിട്ട് രണ്ടോ അതിലധികമോ വാരിയബിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം റിസർച്ച് അല്ലെങ്കിൽ അത്തരം അനാലിസിസ് ആണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. ഈ മൾട്ടിവാരിയേറ്റ് അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. നമുക്കറിയാം, രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഉണ്ടായിരിക്കും, ദെൻ അതുപോലെ തന്നെ ഓൺലി വൺ ഡിപ്പെൻഡന്റ് വാരിയബിൾ ഉണ്ടായിരിക്കും. സോ ആ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വാരിയബിൾസിന്റെയും ആ ഓൺലി വൺ ഡിപ്പെൻഡന്റ് വാരിയബിൾസിന്റെ ഇടയിലുള്ള ആ ഒരു അസോസിയേഷൻസിനെ അനലൈസ് ചെയ്യുക, അതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ ചെയ്യണത്. ദെൻ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് നമ്മൾ നിങ്ങളുടെ സ്റ്റാറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡിപ്പെൻഡന്റ് വാരിയബിൾസിനെ ക്ലാസിഫൈ ചെയ്യാണ്, കാറ്റഗറൈസ് ചെയ്യാണ്. കാരണം ആ ഡിപ്പെൻഡന്റ് വാരിയബിൾസിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അതിന് ചില ക്യാരക്ടറിസ്റ്റിക്സിന്റെ, ചില ഫീച്ചേഴ്സിന്റെ ബേസിസിൽ നമ്മൾ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ ആ ഓരോ ഗ്രൂപ്പിന്റെയും ഇടയിലുള്ള ആ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പാക്കി ക്ലാസിഫൈ ചെയ്തതിൽ എത്രമാത്രം അക്യുറസി ഉണ്ട് അതെല്ലാം ഡിറ്റർമൈൻ ചെയ്യാനാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ഓഫ് വാരിയൻസ്. മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ഓഫ് വാരിയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ QT ഡിഗ്രിയിലെ QT പഠിച്ചിട്ടുണ്ട്, PGയിൽ പഠിച്ചിട്ടുണ്ട്. സോ
ആ സ്റ്റാറ്റിക് പോർഷൻസിൽ നമുക്ക് അറിയുന്നതാണ് അനാലിസിസ് ഓഫ് വാരിയൻസ്, അനോവ എന്നുള്ളത്. മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ഓഫ് വാരിയൻസ് എന്നുള്ളത് മനോവ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഡിപ്പെൻഡന്റ് വാരിയബിൾസിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ കോമ്പിനേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു ഡിപ്പെൻഡന്റ് വാരിയബിൾ ഫോം ചെയ്യുന്നുണ്ട്. സോ ഒരു പുതിയ ഡിപ്പെൻഡന്റ് വാരിയബിൾ ഫോം ചെയ്യുന്നതോട് കൂടിയിട്ട് വിത്തിൻ ഗ്രൂപ്പ് വാരിയൻസ്, ഒരു ഗ്രൂപ്പിനുള്ളിലെ വാരിയൻസ് മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നു. ബട്ട് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്, അതായത് 2-3 ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഗ്രൂപ്പുകളുടെ ഇടയിലുള്ള വാരിയൻസസ് അല്ലെങ്കിൽ ഡിഫറൻസസ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്നു. അതാണ് മനോവ അല്ലെങ്കിൽ മൾട്ടിവാരിയേറ്റ് അനാലിസിസിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്നാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഡാറ്റയെ പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ 2 മെത്തേഡുകളാണ് കോമൺ ആയിട്ട്, മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് 2 മെത്തേഡുകളാണ്. ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസും അതുപോലെ തന്നെ ഇൻഫറൻഷ്യൽ അനാലിസിസും. അതിലെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഫിനോമിനനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ്, സൈസ് അത് നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്സിനെ മെഷർ ചെയ്യുന്നു. സോ ഇത്തരത്തിൽ ഒരു ഫിനോമിനനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ പറയുന്നത്. ദെൻ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്ന ആദ്യത്തെ മെത്തേഡ് അല്ലെങ്കിൽ ആദ്യത്തെ അനാലിസിസ് ആണ് യൂണി ഡയമെൻഷണൽ അനാലിസിസ്. ഈ ഒരു യൂണി ഡയമെൻഷണൽ അനാലിസിസിൽ ഓൺലി 1 വാരിയബിളിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നമ്മുടെ റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് ഓൺലി 1 വാരിയബിൾ ആണെങ്കിൽ അതിനെയാണ് യൂണി ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി 2 വാരിയബിൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൈവാരിയേറ്റ് അനാലിസിസ് ആയി. സോ ആ ഒരു ബൈവാരിയേറ്റ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോറിലേഷൻ, റിഗ്രഷൻ മെത്തേഡുകളൊക്കെ. ദെൻ മൂന്നാമത് പറഞ്ഞതാണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസ്. മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-ലധികം വാരിയബിൾസ് നമ്മുടെ റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ദെൻ മൾട്ടിവാരിയേറ്റ് അനാലിസിസിൽ വരുന്നതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനന്റ് അനാലിസിസ്, ദെൻ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ഓഫ് വാരിയൻസ് അല്ലെങ്കിൽ മനോവ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ യൂണി ഡയമെൻഷണൽ അനാലിസിസ് പറഞ്ഞു, ബൈവാരിയേറ്റ് പറഞ്ഞു, മൾട്ടിവാരിയേറ്റും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ 4ാമത്തെ മെത്തേഡ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന്റെ 4ാമത്തെ മെത്തേഡാണ് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യും. ചിത്രത്തിൽ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആ സെറ്റ് ഓഫ് ഡാറ്റയിൽ ഒരുപാട് വാരിയബിൾസും എന്ത് ചെയ്യുന്നുണ്ട്, അടങ്ങിയിട്ടുണ്ട്. സോ ആ മെനി വാരിയബിൾസ്, ആ ഒരുപാട് വാരിയബിൾസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ വാരിയബിൾസിന്റെ നമ്പർ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്, കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫാക്ടർ അനാലിസിസിൽ പറയുന്നത്. ഒരുപാട് വാരിയബിൾസിൽ നിന്ന് നമ്മൾ ഒരു ഫ്യൂ വാരിയബിൾസിലേക്ക് എത്തിച്ചേരുകയാണ്. അതായത് ഡയമെൻഷൻ റിഡക്ട് ചെയ്യുക, അതായത് വളരെ മിനിമൈസ് ചെയ്യുക, കുറച്ച് സൂപ്പർ വാരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ഫാക്ടർ അനാലിസിസ്. ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ റിസർച്ചിൽ ലാർജ് വോള്യൂം ഓഫ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ ലാർജ് വോള്യൂം ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് വാരിയബിൾസ് അടങ്ങിയിട്ടുണ്ട്. ആ ഒരുപാട് വാരിയബിൾസിൽ നിന്നും ഫ്യൂ വാരിയബിൾസിലേക്ക്, അതായത് ആ ഡയമെൻഷനെ റെഡ്യൂസ് ചെയ്യുക, കുറച്ച് സൂപ്പർ വാരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ഫാക്ടർ അനാലിസിസിൽ പറയുന്നത്. യെസ്, ദെൻ ദ നെക്സ്റ്റ് വൺ കനോണിക്കൽ അനാലിസിസ്. കനോണിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൾട്ടി വാരിയേറ്റ് ടെക്നിക്കാണ്. അതായത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് വാരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ആ ഓരോ ഗ്രൂപ്പ്സിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്സ് ഡിറ്റർമൈൻ ചെയ്യുക, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മൾട്ടി വാരിയേറ്റ് ടെക്നിക്കിനെയാണ് നമ്മൾ കനോണിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എക്സ് വാരിയബിൾസിനും വൈ വാരിയബിൾസിനും ഐഡന്റിഫൈ ചെയ്യുന്നു. അതായത് ഒരു ലീനിയർ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, x1, x2, x3 അങ്ങനെ എക്സ് വാരിയബിൾസിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതേപോലെ വൈ വാരിയബിൾസിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ y1, y2, y3 അപ് ടു yn, അങ്ങനെ നമ്മളൊരു കോമ്പിനേഷൻ, ലീനിയർ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഈ ലീനിയർ കോമ്പിനേഷൻസിന്റെ ഇടയിൽ ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് വാരിയബിൾസിന്റെ ഇടയിലുള്ള കോറിലേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഐഡന്റിഫൈ ചെയ്യാണ്, ഡിറ്റർമൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് കനോണിക്കൽ അനാലിസിസ് എന്നുള്ളതിൽ പറയുന്നത്. ദെൻ നമ്മുടെ 6th വൺ ആണ് അതർ മെത്തേഡ്.
അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡുകൾക്ക് പുറമെ നമ്മൾ റേഷ്യോസും പ്രപ്പോർഷൻസും പെർസെൻറ്റേജുകളൊക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലെ ഡാറ്റേനെ ഗ്രൂപ്പ്സുകളാക്കാനും സബ് ഗ്രൂപ്പ്സുകളാക്കാനും അതിനെ അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും നമ്മൾ റേഷ്യോസ് യൂസ് ചെയ്യും, പെർസെൻറ്റേജസ് യൂസ് ചെയ്യും, പ്രപ്പോർഷൻസ് യൂസ് ചെയ്യും. സോ അതർ മെത്തേഡ്സ് എന്നുള്ളതിൽ ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു യൂണി ഡയമെൻഷണൽ അല്ലെങ്കിൽ ബൈവാരിയേറ്റ്, മൾട്ടിപ്പിൾ വാരിയേറ്റ് എന്നൊക്കെ കുറേ പറഞ്ഞു. സോ ഇതിന് പുറമെ റേഷ്യോസും പ്രപ്പോർഷൻസും പെർസെൻറ്റേജുകളും ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റ അനാലിസിസിനും ഇന്റർപ്രിട്ടേഷൻസിനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു ഇൻഫറൻഷ്യൽ അനാലിസിസ്. നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റേനെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആൻഡ് ഇൻഫറൻഷ്യൽ അനാലിസിസ് അങ്ങനെയാണ് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫറൻഷ്യൽ അനാലിസിസ് കൺസേൺഡ് വിത്ത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആൻഡ് സിഗ്നിഫിക്കൻസ്. അതായത് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻഫറൻഷ്യൽ അനാലിസിസിൽ പറയുന്നത്. നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ പറഞ്ഞു റിലേഷൻഷിപ്സ്, ഡിഫറെന്റ് വാരിയബിൾസിന്റെ ഇടയിലുള്ള അസോസിയേഷൻ, റിലേഷൻഷിപ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്ക്രൈബ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ്, സൈസ് അതിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാണ്. ബട്ട് ഇൻഫറൻഷ്യൽ അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യണത്? അവിടെ നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് എന്ന് നമ്മൾ എസ്റ്റിമേഷൻസ് ഡ്രോൺ ചെയ്യുന്നു, ദെൻ ഹൈപ്പോത്തസിസുകൾ സെറ്റ് ചെയ്യുന്നു, അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ സിഗ്നിഫിക്കൻസസ് മെഷർ ചെയ്യുന്നു. സോ അതാണ് ഇൻഫറൻഷ്യൽ അനാലിസിസുമായിട്ട് വരുന്നത്. യെസ്, അപ്പൊ നമ്മുടെ 7th ചാപ്റ്റർ, നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിലെ ഡാറ്റ അനാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ടാണ് ഏതൊരു റിസർച്ചിന്റെയും. അവിടെ ഡാറ്റേനെ നമ്മൾ സമ്മറൈസ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്സുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നു. ദെൻ ഡാറ്റ അനാലിസിസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്. അതിലെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ നോൺ ന്യൂമറിക്കൽ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതും. ദെൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്ന മെത്തേഡുകളാണ് കോൺസ്റ്റന്റ് കമ്പാരിസൺ അനാലിസിസ്, കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ്, ദെൻ അതുപോലെ തന്നെ ക്ലാസിക്കൽ കണ്ടന്റ് അനാലിസിസ്, ഈ 3 മെത്തേഡുകൾ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിലേക്ക് വരുമ്പോൾ അവിടെ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആൻഡ് ഇൻഫറൻഷ്യൽ അനാലിസിസ് ആയിട്ടാണ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക്രൈബ് ചെയ്യാണ്, നമ്മുടെ റിസർച്ചിന്റെ ആ ഒരു പർട്ടിക്കുലർ ഫിനോമിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ദെൻ ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യാണ്? ടെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് യൂണി ഡയമെൻഷണൽ അനാലിസിസ്, അതായത് 1 വാരിയബിൾ ആണ് സ്റ്റഡി ചെയ്യുന്നത്. ദെൻ ബൈവാരിയേറ്റ് അനാലിസിസ്, 2 വാരിയബിൾസ് സ്റ്റഡി ചെയ്യുന്നു. ദെൻ മൾട്ടിവാരിയേറ്റ് അനാലിസിസ്, 2-ലധികം വാരിയബിൾസിന് സ്റ്റഡി ചെയ്യുന്നു. ദെൻ 4ാമത് പറഞ്ഞത് ഫാക്ടർ അനാലിസിസ് ആണ്, അതായത് ഒരുപാട് വാരിയബിൾസ് നിന്ന് കുറച്ച് സൂപ്പർ വാരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യുക, ഒരുപാട് വാരിയബിൾസിനെ ഫ്യൂ വാരിയബിൾസിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതാണ് ഫാക്ടർ അനാലിസിസിൽ പറഞ്ഞത്. ദെൻ കനോണിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് വാരിയബിൾസിന്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മൾട്ടിവാരിയേറ്റ് ടെക്നിക്കാണ്. അവിടെ എക്സും വൈ ആയിട്ട് വാരിയബിൾസിനെ ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓരോ ലീനിയർ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ ഒരു റിലേഷൻഷിപ്സിനെ, അസോസിയേഷനെ, കോറിലേഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ 6th വൺ പറഞ്ഞത് അതർ മെത്തേഡ്. ഇപ്പൊ പറഞ്ഞതൊന്നും കൂടാതെ റേഷ്യോസും പ്രപ്പോർഷൻസും പെർസെൻറ്റേജുകളൊക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അതിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതോടുകൂടി ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ അവിടെ എൻഡ് ചെയ്തു. ദെൻ ഇൻഫറൻഷ്യൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ തന്നെയാണ്. ഇൻഫറൻഷ്യൽ അനാലിസിസ് കൺസേൺഡ് വിത്ത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫറൻഷ്യൽ അനാലിസിസിൽ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.